അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദനെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ട എന്താണെന്നറിയാമോ? ധൂർത്തപ്പോൾ തന്നെ പുനഃവായന തുടരുകയാണ്. നമ്മൾ ഇന്നലെ കണ്ടത് എന്താണെന്നറിയാമോ? അതായത് അപ്പം പറയണ വാക്കാണ്. എന്താണ്? എൻ്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. പിന്നെ എന്തൊരു വാക്ക് അപ്പം പറയേ? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്.
ഇപ്പം എന്നോടുകൂടെ നിങ്ങളും എന്നോടുകൂടി ഇരുന്നു കൊണ്ട് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞില്ല, ഈശോ പറഞ്ഞില്ലേ? നിത്യത വരെ ഓഹരിയാക്കുമെന്നാണ് പറയണത്. അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. എന്താണ്? നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ദൈവം നോക്കുന്നതിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്കത് കിട്ടിയ ഇത് കിട്ടിയ എന്നല്ല നോക്കണത്, മറിച്ച് നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. ദൈവം എന്ത് തരുമ്പോഴും എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടാകണം. അവസാനം വരെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ താല്പര്യം. ദൈവ താല്പര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ദൈവ താല്പര്യത്തിന് എതിരായിട്ട് ദൈവം ചെയ്യത്തില്ലല്ലോ. ദൈവത്തിൻ്റെ കൂടെ നമുക്ക് എന്ത് തന്നാലും നാളെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവത്തില്ലെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ ആ അനുഗ്രഹം തരുമോ? അപ്പം ചില അനുഗ്രഹങ്ങൾ തരാതിരിക്കുമ്പോൾ തരാത്ത അനുഗ്രഹത്തിന് വേണ്ടി നന്ദി പറയണം. ധൂർത്തപുത്രന് ചോദിച്ചപ്പോൾ തന്നെ കൊടുത്ത കണ്ടില്ലേ? കാര്യം കൊടുക്കാതിരുന്നൊരു കാര്യമില്ല. അവൻ കൊടുത്തില്ലേലും പോവും, കൊടുത്താലും പോവും. ധൂർത്തപുത്രൻ്റെ ആദ്യത്തെ മൈൻഡ് സെറ്റ് എന്താണ്? അവൻ കൊടുത്തില്ലേലും പോകും, കൊടുത്താലും പോകും. അവൻ്റെ മനസ്സിരിപ്പ് അപ്പനല്ല, അപ്പൻ്റെ കൂടെ ജീവിക്കണമെന്നല്ല. യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം എന്താ? തന്നാലും തന്നില്ലേലും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണമെന്ന്. അതാണ് മൂത്ത മകൻ. എൻ്റെ മകനെ എപ്പോഴും നീ എന്നോടുകൂടെ ഉണ്ടല്ലോ എന്നെന്താണ് എന്ന് അപ്പനെല്ലാം പറയുന്നുണ്ട്. നോക്കിയേ, ആ ആ ഇളയ മകൻ വന്നിട്ട് ഒരു അക്ഷരം മിണ്ടാത്ത അപ്പനാണേ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ ഇളയ മകൻ വന്നിട്ടേ അവനെന്തെല്ലാം വാദോര, അവൻ്റെ അപ്പനെതിരെ ഞാൻ പാപം ചെയ്തു, സ്വർഗത്തിനെതിരെ പാപം ചെയ്തു, നിന്റെ മകനെ വിളിക്കാൻ യോഗ്യനല്ല, ദാസനായ കാണാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പനവനെ കെട്ടിപ്പിടിച്ച സത്യമാണ്. പക്ഷെ വിളിച്ചൊരു വാക്ക് പറയണമല്ല. അന്ന് നാവിറങ്ങിപ്പോയ അപ്പൻ ഇപ്പം ഈ ഇളയ മൂത്ത മകൻ അവൻ്റെ സ്വന്തം രക്തം പോണ പോലെ അവൻ കനപ്പിച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ സംസാരിക്കാൻ തുടങ്ങി. കണ്ടല്ലേ എന്തെല്ലാം സംസാരിച്ചത്? എൻ്റെ മകനെ എപ്പോഴും നീ എന്നോട് കൂടി ഉണ്ടല്ലോ. പിന്നെ ഒരു വാക്ക് പറഞ്ഞ്, ഏത് കൊടുത്ത കാളക്കുട്ടി കൊടുത്ത് കൊന്നാലും, ഏത് മോതിരം കൊടുത്താലും, ഏത് ചെരുപ്പ് കൊടുത്താലും നിനക്കുള്ളത് നിനക്ക് തരുമെന്നല്ല പറഞ്ഞത്, എനിക്കുള്ളതെല്ലാം നിനക്ക് തരുന്ന. കർത്താവിൻ്റെ കഥ എന്തും ബാലൻസ്ഡ് ആണെന്ന് അറിയാമോ? ദൈവം ഒരിക്കലും അനീതി ചെയ്യത്തില്ല. അത് എപ്പോഴും ഓർത്തേക്കണം. ഇന്ന് കൈ കിട്ടണില്ലെന്നേ ഉള്ളൂ, നാളെ വരപ്രസാദമായി ദൈവത്തെ തന്നെയായിട്ട് നമ്മുടെ കയ്യിലേക്ക് അവൻ അത് അമർത്തിക്കുരുക്കി നിറച്ചളന്ന് കൃപയവൻ നിന്റെ മടിയിലോട്ട് ചെയ്യും. അപ്പോൾ ഇതിന് പ്രത്യാശയോട് ജീവിക്കാൻ മുൻപുകാലം നമ്മളെ സഹായിക്കണം. എൻ്റെ പേര് അൽജി ജോസ്. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ ഒല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഈ വർഷം ജൂലൈ മാസം 28-ാം തീയതി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2018 ഞങ്ങൾ 4 സെൻറ്റ് സ്ഥലം വാങ്ങി. പക്ഷേ അന്ന് തുടങ്ങിയ വീട് പണി 2022 ആയിട്ടും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനാ സെൻറ്ററുകളൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ അവിടെയൊക്കെ കയറുമ്പോൾ എല്ലാ ബ്രദർമാരും അച്ഛന്മാരൊക്കെ ചോദിക്കും, എവിടെ നിന്നെങ്കിലും പൈസ കിട്ടാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എവിടെ നിന്നും കിട്ടാനില്ല അച്ഛാ, കൊടുക്കാനുള്ളോ, എല്ലാവരുടെ അടുത്തും ബാധ്യതകളാണ്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നമ്മൾ കടം കൊടുക്കാനുള്ളൊരു വ്യക്തിക്ക് പണം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ജീവിതത്തിലുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോവും, പണി തീരാത്ത വീട്ടിൽ ഇത്തിരി നേരം ഇരിക്കും, പ്രാർത്ഥിക്കും, തിരിച്ചു പോരും, ആ ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജൂലൈയിൽ വന്ന് 28-ാം തീയതി ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ കടം മേടിച്ച ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, സെപ്റ്റംബറിൽ ഞാൻ തന്ന 1.5 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു, അമ്മയ്ക്ക് 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട് ഉടമ്പടി എടുത്തപ്പോൾ, മാതാവ് അമ്മേനെ പറ്റിച്ചു എന്ന് തോന്നണേന്ന് പറയും. ഇത്ര നാളുണ്ടായിരുന്ന സമാധാനം മുഴുവൻ പോയി. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, ഉടമ്പടിയിൽ പെട്ട കുടുംബമല്ലേ നമ്മുടെ, അപ്പോൾ അമ്മ എന്തെങ്കിലും പ്രവർത്തിക്കുമോ എന്നുള്ളത് കാണാം. അപ്പോൾ ഉടമ്പടിയുടെ ധ്യാനം കൂടുമ്പോൾ ജോസഫ് അച്ഛൻ എപ്പോഴും പറയണ കേട്ടിട്ടുണ്ട്, ടൈം ഷോർട്ടനിങ് എന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെ ഒരു സമയ ചുരുക്കുണ്ടെങ്കിൽ അതെനിക്ക് അച്ഛൻ പറഞ്ഞാൽ പോരല്ലോ, എൻ്റെ ജീവിതത്തിൽ അത് എനിക്കൊരു ഫീൽ ആവണ്ടേ. അപ്പോൾ എനിക്ക് വാശിയായി. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, ഒക്ടോബർ 26-ാം തീയതി ഉടമ്പടി കാലാവധി തീരും, അതിനുള്ളിൽ വീട് പണി കംപ്ലീറ്റ് കഴിഞ്ഞ് എനിക്ക് താമസിക്കാൻ പറ്റണം. പൈസ കിട്ടാനുണ്ടോ കൊടുക്കാനുണ്ടോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, അമ്മ മുൻകൈ എടുത്ത് നടത്തി തരണം. അപ്പോഴല്ലേ ടൈം ഷോർട്ടനിങ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുള്ളൂ. അപ്പോൾ അത് വെച്ച്
ഞാൻ കൃപാസനം പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പത്രം കൊടുത്തു. അതുപോലെ തന്നെ കുമ്പസാരിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടി വന്നു എന്നുള്ളതാണ് എൻ്റെ ഉടമ്പടിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. 7 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന ഞാൻ 5 മണിക്ക് ആകുമ്പോഴേക്കും എഴുന്നേൽക്കും, ജപമാല ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ആ ഒരു ചിട്ടയായ ജീവിതം എനിക്ക് കിട്ടി. അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 1-ാം തീയതി പൈസ വേണമെന്ന് പറഞ്ഞ് ആൾ വിളിക്കുന്നു. പക്ഷെ 3 മാസമായിട്ട് ഹസ്ബൻഡിന് ശമ്പളമില്ല. അപ്പോൾ എവിടെ നിന്ന് പൈസ കൊടുക്കുന്നുള്ള ചോദ്യമായി അടുത്തത്. പക്ഷെ ആളുടെ അടുത്ത് നമ്മൾ 1 വർഷം മുന്നേ വാക്ക് പറഞ്ഞതാണ് 2022 സെപ്റ്റംബറിൽ പൈസ തരാമെന്ന്. വാക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറ്റി. ഞാൻ മാതാവിനോട് പറഞ്ഞു, വീട് പണിയല്ല വലുത്, ആൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ. അപ്പം ചേട്ടന് ശമ്പളം കിട്ടേണ്ടതാണ് ആദ്യത്തെ ഘട്ടം, അതെനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന തുടർന്നു. ഓഗസ്റ്റ് 30-ാം തീയതി ശമ്പളം കിട്ടിയിട്ടില്ല. 3 മാസത്തെ ശമ്പളം കിട്ടിയാൽ തന്നെ ആളുടെ പൈസ കൊടുക്കാം. പക്ഷെ ചേട്ടൻ്റെ കാര്യം ഇങ്ങനെയാണെന്ന് വെച്ചാൽ 1 മാസം കിട്ടിയ 3 മാസം ശമ്പളം കിട്ടില്ല. ഗൾഫിലാണ്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസം 31-ാം തീയതി രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മൊബൈലിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നു, ചേട്ടൻ 3 മാസത്തെ സാലറി ഒരുമിച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സമാധാനമായി. അങ്ങനെ സെപ്റ്റംബർ 1-ാം തീയതി ആ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, പൈസ എനിക്കിപ്പോൾ വേണ്ട, 1 വർഷം കൂടി കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു ആ ചേട്ടൻ. അപ്പോൾ സമാധാനമായി. ടൈം ഷോർട്ടനിങ് എന്താണെന്ന് അപ്പം തന്നെ ഞാൻ അനുഭവിച്ചു. ആ പൈസ എടുത്തിട്ട് വീടിൻ്റെ കംപ്ലീറ്റ് പണികൾ ഞാൻ കഴിച്ചു. പക്ഷേ അത് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വീട് പണിതാൽ മാത്രം പോരല്ല, വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ഫർണിച്ചർ, എല്ലാ സാധനങ്ങളും വാങ്ങണം. ലാസ്റ്റ് വീടൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനി എവിടെ നിന്നാണ് എന്നാലോചിച്ച് പ്ലാസ്റ്റിക് കസേര വാങ്ങിയിട്ടുണ്ട് വരാവോ ദൈവമേ വീട്ടിൽ നിന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അമേരിക്കയിലുള്ള ഒരാൾ, ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവിൻ്റെ ബന്ധുവാണ്, ഞങ്ങൾ അറിയ പോലുമില്ല. അവരെ വീട്ടിലേക്കുള്ള ഫർണിച്ചറും വീട് പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള പണിക്കൂലി അടക്കം ഞങ്ങൾക്ക് അയച്ചു തന്നു. വീടിൻ്റെ കംപ്ലീറ്റ് പണി കഴിച്ചു. ഒക്ടോബർ 26-ാം തീയതി കാലാവധി തീരും. ഞാൻ അമ്മയോട് പറഞ്ഞു അതിന് മുൻപേ എനിക്ക് താമസിക്കണം. അങ്ങനെ ഒക്ടോബർ 22-ാം തീയതി അമ്മയുടെ ദിവസമായ ശനിയാഴ്ച പാല് കാച്ചി ഞങ്ങളെ വീട്ടിൽ താമസാക്കി. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് 1 വർഷമായിട്ട് പീരീഡ്സ് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 1-2 മാസം വരാതെ ഇപ്പോൾ സന്തോഷിച്ചു. പക്ഷെ പിന്നെ വരാതെ ഇപ്പോൾ ടെൻഷനായി. 2-3 ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഓവറിയിൽ സിസ്റ്റ് ഉണ്ട്, PCOD ആണ്, അപ്പോൾ മരുന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിക്കും വരും, പിന്നത്തെ മാസം വീണ്ടും മരുന്ന് കഴിക്കും വരും. അങ്ങനെ 3-4 മാസം കഴിഞ്ഞു പോയി. അപ്പോൾ ഉടമ്പടിയിൽ ഞാനത് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജൂലൈയിൽ ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസം ഒരു മരുന്നിൻ്റെയും സഹായം ഇല്ലാതെ എനിക്ക് പീരീഡ്സ് വന്നു. അമ്മ മാതാവ് അതെനിക്ക് സൗഖ്യം തന്നു. മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ മോന് 10ാം ക്ലാസ്സിൽ 71% മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ സീറ്റ് കിട്ടില്ല. അപ്പോൾ അവൻ പറയും എനിക്കിനി പഠിക്കാൻ പറ്റും തോന്നണില്ല അമ്മ. ഞാൻ പറയും നീ മിണ്ടാതിരിക്കടാ, നമ്മൾ ഉടമ്പടിയിൽ പെട്ടവരല്ലേ, നമുക്ക് സീറ്റൊക്കെ അമ്മ തന്നോളും. അങ്ങനെ ഞങ്ങൾ അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. 1ാമത്തെ അലോട്ട്മെൻറ്റ് വന്നു, 2 വന്നു, 3 വന്നു. ഇവൻ്റെ പേരൊന്നും വന്നിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. അപ്പം ഞാൻ കളിയാക്കിയിട്ട് പറയും നീ വല്ല കടയിൽ സെയിൽസ്മാനായിട്ട് പൊക്കോ, നിനക്ക് അതാ പറ്റിയതെന്നൊക്കെ ഞാൻ കളിയാക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇടവകയിൽ ഒരു ചേട്ടൻ പറഞ്ഞു, കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് ഉണ്ട്, നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ആ സീറ്റും ഫില്ലായി ചേച്ചി, തൊട്ടടുത്തൊരു സ്കൂളുണ്ട് അവിടെ പോയിട്ട് നോക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ സീറ്റ് വേക്കൻ്റ് ഉണ്ട്. പക്ഷേ കമ്മ്യൂണിറ്റി കോട്ട ആയതുകൊണ്ട് നമ്മൾ ഇടവക വികാരിയുടെ സീലും സൈനും സമ്മതപത്രമൊക്കെ വേണം. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഇടവകയില്ല, നമ്മൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വീട് അപ്പോഴും താമസമായിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ അമ്മയുടെ വീട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടവക മാറി നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇടവക ചേർന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് സൈൻ വാങ്ങാൻ പറ്റില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ ആദ്യം ചോദിക്കുക നമ്മുടെ കുടുംബ ഡയറി ചോദിക്കും. അപ്പോൾ അത് കൊടുക്കാനില്ല. അപ്പം ഞാൻ ആ സ്കൂളിൻ്റെ വരാന്തയിൽ എന്നോടൊരു അവിടുത്തെ എക്കണോമിക്സിൻ്റെ മാഷ് പറഞ്ഞു, ഇത് വൈദികനെ കൊണ്ട് സീല് വെച്ച് വന്നാൽ നമുക്ക് ഈ കോട്ടയിൽ സീറ്റ് കിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല, മാർക്ക് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ആ വരാന്തയിൽ നിന്നു. അപ്പോൾ എൻ്റെ മോനുണ്ട് കൂടെ, ഞാനുണ്ട്. എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഉണ്ടായിരുന്നു. ഈ കാശുരൂപത്തുമ്പോൾ ഞാനും മോനും മുറുകെ പിടിച്ച് ആ വരാന്തയിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മുറ്റത്തുനിന്നൊരു ആൾ വരാന്തയിലേക്ക് കയറി വന്നു. എന്നോട് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ആളുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ, സ്വന്തമായിട്ട് ഇടവക അച്ഛനൊന്നും ഇല്ലയെന്ന്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഇതിൽ സീലും സൈനും വൈദികൻ്റെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞു നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എൻ്റെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി.
എന്നിട്ട് ആൾ പറഞ്ഞു, സീലും സൈനൊന്നും വേണ്ട, ഇത് ആ മുറിയിൽ അവിടെ ഇരിക്കണ മാഷിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തോ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാനത് കൊണ്ട് ആ മാഷിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ മാഷ് പറഞ്ഞു, എന്തേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആൾ ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അതെ, ആൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, അപ്പം നാളെ പോരെ രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് കാശുരൂപത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ കാശുരൂപത്തിൻ്റെ ശക്തി എനിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം ഇതുപോലെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത പണി കിട്ടി. കാരണം മാർക്ക് കൂടുതലുള്ളവർക്ക് സീറ്റ് പോയി, നമ്മുടെ മോന് സീറ്റില്ല. അങ്ങനെ ഞാൻ അവിടെ വരാന്തയിലിരുന്നു. അപ്പോഴും കാശുരൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നന്നായിട്ടുണ്ട്, ഇനി എന്താ ചെയ്യുക, സീറ്റ് പോയി. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് പോവാമ്മയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് ടീച്ചർ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ചേർന്ന ഒരു കുട്ടി വേറെ സ്കൂളിൽ ട്രാൻസ്ഫർ പോയി, സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്ന്. അങ്ങനെ മോനവിടെ അഡ്മിഷൻ കിട്ടി. അവനിപ്പോൾ പഠിക്കണം. അപ്പോൾ ഒട്ടും പഠിക്കാതിരുന്ന അവനിപ്പോൾ ഫസ്റ്റ് മിഡ് ടൈം പരീക്ഷ കഴിഞ്ഞ് എല്ലാ വിഷയത്തിലും അവന് നല്ല മാർക്കുണ്ട്, പഠിക്കണം എന്നുള്ളൊരു ചിന്ത അവന് വന്നിട്ടുണ്ട്. അങ്ങനെ ആ മേഖലയും പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു. അടുത്തൊരു സാക്ഷ്യം പറയാനുള്ളത് നമ്മൾ ഉടമ്പടി ഓയിലിൻ്റെ കാര്യമാണ്. എൻ്റെ മോൾക്ക് ശക്തമായി നടുവേദനയായിട്ട്, അവൾ BSc നഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടിയാണ്. നടുവേദനയായിട്ട് അവൾ 2-3 ആഴ്ച മുന്നേ വിളിച്ചു, ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പ്രൊഫഷനെ ബാധിക്കും, ഒരു നേഴ്സായിട്ട് പുറത്തിറങ്ങേണ്ടവരാണ് ഇവർ, നടുവേദനയൊന്നും വെച്ച് നടക്കാൻ പറ്റില്ല. ഞാനപ്പോൾ ഉടമ്പടി ധ്യാനം അച്ഛൻ നടക്കുമ്പോൾ അച്ഛൻ പറയും, നമ്മുടെ അടുത്തില്ലാത്തവരുടെ രോഗങ്ങളാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ സ്ഥാനത്ത് തൈലം പുരട്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ നടുവിന് തൈലം പുരട്ടി ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അവൾ വെക്കേഷന് വന്നപ്പോൾ ഞങ്ങൾ ചാലക്കുടിയിൽ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പോണതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഇവളുടെ മുതൽ നടുവിന് തൈലൊക്കെ പുരട്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് ഡോക്ടർ ഒരു എക്സ്റേയോ സ്കാനോ ഒന്നുമില്ല. ഡോക്ടർക്ക് പെട്ടെന്ന് തന്നെ കാര്യം പിടികിട്ടി. ഡോക്ടർ പറഞ്ഞു, അത് മസിലിന് ബലമില്ലാത്തതുകൊണ്ടാണ്, ഒരു 5 നമ്പർ എക്സസൈസ് തന്നിട്ടുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ക്രമേണ അത് മാറിപ്പോക്കോളൂ, അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിക്ക് ശക്തമായ വയറുവേദനയായിരുന്നു. വയറുവേദന എന്ന് വെച്ചാൽ വയറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത. അപ്പോൾ ആൾക്ക് ഗ്യാസിൻ്റെ ആണെന്ന് വിചാരിച്ചിട്ട് ആ ഡോക്ടറെ കണ്ട്, ഗ്യാസ്ട്രോനെ കണ്ട് മരുന്ന് കഴിച്ച് കുറവില്ല. പകൽ സമയത്ത് പണികളെടുത്ത് നടക്കുമ്പോൾ അതറിയില്ല, പക്ഷേ രാത്രി കിടക്കാൻ നേരത്തെ അത് ശരിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. അങ്ങനെ ഞാനാണെങ്കിൽ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞിരിക്കണ സമയം, അപ്പോൾ എനിക്ക് തോന്നി, ഉടമ്പടി തൈലം ഉപ്പും 2 ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ഒന്ന് പോയി പ്രാർത്ഥിച്ച് നോക്കാം. വെറുതെ ഒരു പരീക്ഷണം നടത്തിയതാണ് ഞാനത് കൊണ്ടുപോയി തൈലം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ വല്യമ്മച്ചിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി കുടിക്കാൻ കൊടുത്തു. ഓയിൽ വയറ്റിൽ പുരട്ടി. എൻ്റെ കൈ തൊട്ട് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ആ വയറിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ ഞാനല്ല സ്പർശിച്ചിരിക്കുന്നത്, അമ്മയാണ്, അമ്മ മാറ്റി കൊടുക്കണം. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വലിമിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വയറുവേദന ഇപ്പോൾ രാത്രിയും ഇല്ല പകലും ഇല്ല, എവിടെ പോയി എന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മേഖലയിലും സൗഖ്യം കിട്ടി. പിന്നെ അതിൽ എഴുതാത്തൊരു കാര്യം, 2018 എൻ്റെ അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് 10ാം ക്ലാസ് കഴിഞ്ഞു, +2 പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖല ഒരുപാട് ഉയരങ്ങളിലേക്ക് ചിന്തിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും നമുക്ക് പ്രാപ്തിയില്ലാത്തൊരു കുടുംബമാണ്. അപ്പോൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ 96% മാർക്കോടെ അവൾ +2 പാസ്സായി. ഇനി എങ്ങനെയെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മാമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, നീ പേടിക്കണ്ട, നമുക്ക് മാതാവ് നടത്തിത്തരും എല്ലാ കാര്യം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലിരുന്നു. പല കോഴ്സുകളാണ്, ഏത് കോഴ്സ് എടുക്കണമെന്ന് അറിയണില്ല. അപ്പോൾ മെഡിക്കൽ ഫീൽഡാണ് അവൾക്ക് താല്പര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരറിവ് കിട്ടി, ഒരാൾ BSc നഴ്സിങ്ങിന് 10 കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ 10 പേരിൽ ഒരപേക്ഷ ഞങ്ങളും കൊടുത്തു. 10 പേർക്ക് 10,000 അപേക്ഷകളാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ സെലക്ട് ആവുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത്രയധികം ആയിരങ്ങളിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു, മോള് സെലക്റ്റായി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം മോള് കോട്ടയം നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങൾ, സൈക്കോളജി പഠിക്കാൻ ഭയങ്കര വിഷമമാണ്, അനാട്ടമി വിഷമമാണെന്ന് പറഞ്ഞിട്ട് എന്നും വിളിക്കുമ്പോൾ കരച്ചിലാണ്. ഞാൻ പറയും, ഉടമ്പടിയിൽ പെട്ട ആൾക്കാർക്ക് പരാജയം എന്ന് പറയുന്ന സംഭവം ഇല്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിനക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ, നീ ധൈര്യമായിട്ടിരുന്നു, അമ്മ പ്രാർത്ഥിക്കണ്ടെന്ന് പറയും. അടുത്ത ദിവസത്തെ ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോഴും തലേ ദിവസം അവൾ എന്നെ വിളിച്ച് പറയും. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ ഇതെല്ലാം അമ്മയുടെ അടുത്ത് എണ്ണിപ്പറക്കി പറയും. വൈകുന്നേരം 7 മണിക്ക് അവൾ വിളിക്കുമ്പോൾ പറയും, എല്ലാം ഓക്കെ ആയി അമ്മ, എല്ലാം സക്സസ് ആയി. അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം മിനിഞ്ഞാന്ന് വന്നു, കേരള യൂണിവേഴ്സിറ്റിയുടെ BSc നഴ്സിങ്ങിൻ്റെ. അതിലവൾ എല്ലാ വിഷയത്തിലും പാസ്സായി. അവളിപ്പോൾ സന്തോഷമായിട്ടിരിക്കണു.
അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊന്നുമല്ല. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അടുക്കും ചിട്ടയും ക്രമമായൊരു ജീവിതം, അതാണ് എനിക്ക് ഏറ്റവും അധികം ഉടമ്പടിയിൽ നിന്ന് കിട്ടിയത്. പിന്നെ ആദ്യമൊക്കെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തെറ്റ് ചെയ്യാനൊരു ടെൻഡൻസിയാണ് കുമ്പസാരിച്ചില്ലെങ്കിൽ. പിന്നെ പാപം ചെയ്ത് കഴിഞ്ഞ് ഈശോയുടെ അടുത്ത് മാതാവിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ അയ്യോ ഞാനിനി പ്രാർത്ഥിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പതുക്കെ പിൻവലിയണ ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടെ കുമ്പസാരിക്കാനും പാപം ചെയ്യുമ്പോൾ കുറ്റബോധമല്ല വേണ്ടത്, നമുക്ക് പാപബോധമാണ് വേണ്ടതെന്നുള്ളൊരു ചിന്ത നമുക്ക് കിട്ടി. അതുപോലെ നമ്മുടെ മുന്നിലൂടെ കടന്നു ഒരു ആംബുലൻസ് മുന്നിൽ കൂടെ പോവുകയാണെങ്കിൽ പോലും നമ്മൾ സഹതപിച്ച് പോണ ക്രിസ്ത്യാനി ആവാതെ അതിനുള്ളിൽ കിടക്കണ ഒരാൾ നാളെ ഞാനും ചിലപ്പോൾ ഒരു വണ്ടിയിൽ കിടക്കേണ്ട അവസ്ഥ വരും. അപ്പം തന്നെ ആ നിമിഷം കൃപാസനത്തിലാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, കൃപാസനത്തിൽ അമ്മേ, ഞങ്ങളുടെ ജോസഫച്ചൻ്റെ അമ്മ ആംബുലൻസിൽ ഉണ്ടായിക്കോളോട്ടാന്ന് ഞാൻ പറയും. അത് സൗഖ്യപ്പെടുന്നുണ്ടല്ലേ എന്ന് നമുക്കറിയില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് ആ പുള്ളി രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പൈസ കൊണ്ടാണെങ്കിലും പ്രാർത്ഥന കൊണ്ടാണെങ്കിലും അരമണിക്കൂറൊന്നല്ല, 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. രാവിലെയൊക്കെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയാക്കി മാറ്റി ജീവിതം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കാൻ ഒരു വഴിയേ ഉണ്ടാവുള്ളൂ, പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് അനവധി വഴികളുണ്ട്. ഏത് വഴിയിൽ കൂടെ അമ്മ ജീവിതത്തിലേക്ക് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക, ജീവിതം മുന്നോട്ട് ഭംഗിയായിട്ട് അമ്മ നയിച്ചോളും. പ്രൈസ് ദി ലോർഡ്. നല്ല കൈയടിച്ച് മെച്ചപ്പെടുത്താം. അൽജി ജോസിൻ്റെ സാക്ഷി നമ്മൾ കേട്ടു. നമ്മൾ പറയായിരുന്നു ഒരു ജീവിത ശൈലിയാണ് ഉടമ്പടി എന്ന് പറയായിരുന്നു, അല്ലേ? ഉടമ്പടി ക്രമമായും ചിട്ടയായും ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. കൃപാസന അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ജോസഫച്ചൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട്. അത് വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പിന്നെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച പല അനുഗ്രഹങ്ങളും കിട്ടി. പിന്നെ രോഗാവസ്ഥയിൽ നിന്ന് മാറിയ കാര്യം പറഞ്ഞു. വീടിൻ്റെ ഒരു അകന്ന സുഹൃത്തിൻ്റെ സുഹൃത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സഹായിച്ച കാര്യം പറഞ്ഞു. പിന്നെ മകളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഒരു ആൾ വഴിയിൽ നിന്ന് വരികയാണ്, വന്നിട്ട് ചോദിക്കണം എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യേണ്ടിയിരിക്കണം? ഇവർ വിഷമിച്ച് നിൽക്കുകയല്ല, അവർ കാശുരൂപം, കൃപാസനത്തിലെ ഉടമ്പടി കാശുരൂപം പിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന കാര്യം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, അവിടെ ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ മാതാവ് തന്നെയാണ് അവിടെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തത്. അപ്പോൾ ഇത്രയധികം അനുഗ്രഹങ്ങൾ ലഭിച്ചു. അതെല്ലാം അവർ പറഞ്ഞു കൃത്യമായിട്ടവർ പ്രാർത്ഥിച്ചു, വിശുദ്ധ ബലിയിൽ പങ്കെടുത്തെന്ന് പറഞ്ഞു. പിന്നെന്താ ചെയ്തത്? കുമ്പസാരിച്ചു, കൃത്യമായിട്ട് കുമ്പസാരിച്ചു. ഇപ്പോൾ പറഞ്ഞ ഒരു ആംബുലൻസിൽ പോകുന്ന ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ പെട്ടെന്ന് ഓർത്ത് ഒരു സഹതപിക്കുകയല്ല വേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് അത്രയും ഒരു വലിയ ബോധ്യം ലഭിച്ചു. മാധ്യസ്ഥ നമ്മളാണെങ്കിലും ആംബുലൻസിലൂടെയൊക്കെ ഇതിൽ പോകുമ്പോൾ എന്തോ പ്രശ്നമുണ്ട്, എന്തോ അതുപോലെ രോഗമാണെന്ന് പറയും, പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ബോധ്യം കൊടുത്ത് മകളെ അനുഗ്രഹിച്ചു. ഇത്രയധികം അനുഗ്രഹം നൽകിയ പരിശുദ്ധമ്മയ്ക്കും ദൈവ തിരുക്കുമാരനും നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.